Dear students, we are now going to next part of molecular basis of inheritance, that is translation. So, central dogma of molecular biology first process replication പഠിച്ചു, second process transcription പഠിച്ചു. Now we are going to study the third process, translation. Translation. So first we can see what is translation. It is the process of polymerization of amino acids to form a polypeptide based on the sequence of codons in mRNA. അപ്പോൾ ആമിനോ ആസിഡ്സ് പോളിമറൈസ് ചെയ്ത് ജോയിൻ ചെയ്ത് ഒരു പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ആൻഡ് എങ്ങനെയാണ് ഈ ആമിനോ ആസിഡ്സ് ജോയിൻ ചെയ്യേണ്ട ഓർഡർ എങ്ങനെയാണ് അറിയുക? ബേസ്ഡ് ഓൺ ദ സീക്വൻസ് ഓഫ് കോഡോൺസ് ഇൻ mRNA. അപ്പം നേരത്തെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് നമ്മൾ കണ്ടു. അതിൽ DNA-യിലത്തെ മെസ്സേജസ് mRNA-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് കണ്ടിരുന്നു നമ്മൾ. അപ്പോൾ mRNA-യുടെ കോഡോൺസിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് അനുസരിച്ച് ആ ഓർഡറിലാണ് ഇവിടെ പോളിപെപ്റ്റൈഡ് ചെയിൻ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഫോം ചെയ്യേണ്ട അമിനോ ആസിഡ്സ് അറേഞ്ച് ചെയ്യപ്പെടുക. അപ്പോൾ കോഡോണിന് mRNA-യിലെ കോഡോണിന് ബേസിസിലാണ് അമിനോ ആസിഡ്സ് അറേഞ്ച് ചെയ്യുന്നത്. And these amino acids are then linked together by peptide bond and they form a protein. ഈ പ്രോട്ടീൻ ഉണ്ടാവുന്ന ഈ പ്രോസസ്സിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുക. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ റൈബോസോംസ്. പ്രോട്ടീൻ സിന്തസിസിൻ്റെ സൈറ്റ് റൈബോസോംസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് പ്രോട്ടീൻ ഉണ്ടാവുന്നതാണ്. ആൻഡ് സോ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ റൈബോസോംസ്. റൈബോസോം കൺസിസ്റ്റ് ഓഫ് സ്ട്രക്ചറൽ RNAs ആൻഡ് അബൌട്ട് 80 ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ്. റൈബോസോമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സെൽ ഓർഗനൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ട്രാൻസ്ലേഷന് ഹെൽപ്പ് ചെയ്യുന്ന അതിൻ്റെ ബേസിക് ഫാക്ട്സ് ഒന്ന് നമുക്ക് കാണാം. സോ റൈബോസോമിൽ സ്ട്രക്ചറൽ RNAs ഉണ്ട്. ഓൾമോസ്റ്റ് 80 ടൈപ്സ് പ്രോട്ടീൻസും പ്രസൻ്റ് ആണ്. റൈബോസോം ഓൾസോ ആക്ട്സ് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ 23 subunit of ribosomal RNA in bacteria is the enzyme ribozyme. Ribosome acts as a catalyst for the formation of peptide bond. അപ്പോൾ റൈബോസോമിൻ്റെ വേറൊരു ഫംഗ്ഷൻ എന്താ? അത് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ സമയത്ത് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് കാറ്റലിസ്റ്റ്? ഇറ്റ് സ്പീഡ്സ് അപ്പ് ദ റിയാക്ഷൻ. സോ റൈബോസോം ഓൾസോ സ്പീഡ്സ് അപ്പ് ദ പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സിൽ നടക്കുന്നത് ഫോർമേഷൻ ഓഫ് പ്രോട്ടീൻസ് ഓർ പോളിപെപ്റ്റൈഡ് ആണ്. ഈ പോളിപെപ്റ്റൈഡ് ഫോം ചെയ്യുന്ന ഈ പ്രോസസ്സ് നടക്കുന്നത് റൈബോസോംസിലാണ്. അതിൽ റൈബോസോമിന് കാറ്റലിസ്റ്റായിട്ട് ഇത് ആക്ട് ചെയ്യുകയും ചെയ്യും. ഈ പ്രോസസ്സിൻ്റെ കാറ്റലിസ്റ്റായിട്ട് റൈബോസോം ആക്ട് ചെയ്യുകയും ചെയ്യും. സോ ഹിയർ ദിസ് ഇസ് സ്ട്രക്ചർ ഓഫ് റൈബോസോംസ്. ലാർജ് സബ് യൂണിറ്റും സ്മോൾ സബ് യൂണിറ്റാണ് കാണിക്കുന്നത്. ഇതാണ് mRNA-യുടെ കോഡോൺസ്. ഈ കോഡോണിൻ്റെ ബേസിസിലാണ് ഇവിടെ അമിനോ ആസിഡ്സ് അറേഞ്ച് ചെയ്യപ്പെടുന്നത്. അമിനോ ആസിഡ്സ് ഇപ്പോൾ ഉണ്ടോ, ഇവിടെ ഫസ്റ്റ് കോഡോൺ എടുത്തു, അമിനോ ആസിഡ് ഇവിടെ വന്നു. അതുപോലെ ഇവിടെ നെക്സ്റ്റ് കോഡോൺ വായിച്ചു, അമിനോ ആസിഡ്സ് വന്നു. ഇങ്ങനെ എല്ലാ അമിനോ ആസിഡ്സും ഫൈനലി പെപ്റ്റൈഡ് ബോണ്ട് വഴി ജോയിൻ ചെയ്ത് അത് ഒരു പ്രോട്ടീനായിട്ട് പുറത്തേക്ക് റൈബോസോമിൻ്റെ പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. ഇതാണ് ആക്ച്വൽ നടക്കുന്ന പ്രോസസ്സ്. സ്റ്റെപ്സ് ഓഫ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ്റെ സ്റ്റെപ്സ്. ഫസ്റ്റ്, ഒരുവിധം എല്ലാ പ്രോസസ്സിൻ്റെയും 3 സ്റ്റെപ്സ് കോമൺ ആണ്: ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ബട്ട് ഇൻ ദിസ് കേസ് വൺ എക്സ്ട്രാ പ്രോസസ് ഓൾസോ ദെയർ, ദറ്റ് ഈസ് charging of tRNA. And tRNA means transfer RNA. Charging of transfer RNA. Initiation, elongation, termination. ബാക്കി 3 സ്റ്റെപ്സും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 4 steps of translation. First we can see the first step. The formation of peptide bond needs energy obtained from ATP. അപ്പോൾ എനർജി കറൻസി ഓഫ് ബോഡി എന്ന് പറയുന്നത് ATP ആണ് അല്ലേ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ അവിടെ എനർജി ആവശ്യമാണ്. ആൻഡ് ദിസ് എനർജി ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ATP. ഫോർ ദിസ് അമിനോ ആസിഡ്സ് ആർ ആക്ടിവേറ്റഡ്. ദാറ്റ് മീൻസ് അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആണെന്ന് വെച്ചാൽ അമിനോ ആസിഡ്സിൽ ATP ബൈൻഡ് ചെയ്യുന്നു. ആൻഡ് ലിങ്ക്ഡ് ടു ദെയർ കോഗ്നേറ്റ് tRNA. അതിൻ്റേതായ ഓരോ അമിനോ ആസിഡിനും ഓരോ tRNAs ഉണ്ട്, ട്രാൻസ്ഫർ RNAs ഉണ്ട്. അപ്പോൾ ഒരു അമിനോ ആസിഡ് ATP ആയിട്ട് ജോയിൻ ചെയ്ത് ആക്ടിവേറ്റഡ് ആവുന്നു. അപ്പോൾ വെനെവർ ATP ബൈൻഡ്സ് വിത്ത് അമിനോ ആസിഡ്, ദ അമിനോ ആസിഡ് ബിക്കംസ് ആക്ടിവേറ്റഡ്. ഈ ആക്ടിവേറ്റഡ് അമിനോ ആസിഡ് അതിൻ്റേതായ കോഗ്നേറ്റ് tRNA, അപ്പോൾ ഓരോ അമിനോ ആസിഡിനും ഓരോ tRNAs ഉണ്ട്, ആ tRNAക്ക് ജോയിൻ ചെയ്യുന്നു.
in the presence of enzyme amino-acyl tRNA synthetase. amino-acyl tRNA synthetase എന്ന എൻസൈമിന്റെ പ്രസൻസിൽ ഈ ആക്ടിവേറ്റഡ് അമിനോ ആസിഡ്സ് അതിൻ്റെ tRNA-യുമായിട്ട് ലിങ്ക് ചെയ്യപ്പെടുന്നു. ആൻഡ് ഹൗ ദ അമിനോ ആസിഡ്സ് ബിക്കം ആക്ടിവേറ്റഡ്? വെൻ ATP ബൈൻഡ്സ് ടു ദ അമിനോ ആസിഡ് ഇറ്റ് ബിക്കംസ് ആക്ടിവേറ്റഡ്. അപ്പോൾ ഈ tRNA ആയിട്ട് ആക്ടിവേറ്റഡ് അമിനോ ആസിഡ് ലിങ്ക് ചെയ്യുമ്പോൾ tRNA ബിക്കംസ് ചാർജ്ഡ്. അതിനെയാണ് ചാർജിങ് ഓഫ് tRNA എന്ന് പറയുന്നത്. ചാർജിങ് ഓഫ് tRNA. നെക്സ്റ്റ് പ്രോസസ് initiation. In this, small subunit of ribosome binds to messenger RNA at the start codon. Initiation നടക്കണമെങ്കിൽ അവിടെ ഒരു സ്റ്റാർട്ട് കോഡോൺ ആവശ്യമാണ്. ഇനീഷ്യേഷൻ എന്ന പ്രോസസ്സ് നടക്കാൻ അവിടെ ഒരു സ്റ്റാർട്ട് കോഡോൺ ആവശ്യമാണ്. ഇൻ ദിസ് ഈ സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയുന്നത് AUG എന്ന കോഡോൺ ആണ്. AUG. അപ്പോൾ സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ബൈൻഡ്സ് ടു ദ mRNA അറ്റ് ദ സ്റ്റാർട്ട് കോഡോൺ. അപ്പോൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് അവിടെയാണ് സ്റ്റാർട്ട് കോഡോൺ ഉണ്ടാവുക. സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയുന്നത് AUG ആണ്. അപ്പോൾ റൈബോസോമിന്റെ സ്മോളർ സബ് യൂണിറ്റ് ഈ സ്റ്റാർട്ട് കോഡോണിലേക്ക് mRNAയുടെ സ്റ്റാർട്ട് കോഡോണിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. അതാണ് ഇനീഷ്യേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നൗ ദ ലാർജ് സബ് യൂണിറ്റ് ബൈൻഡ്സ് ടു സ്മോൾ സബ് യൂണിറ്റ് ടു ഫോം ഇനീഷ്യേഷൻ കോംപ്ലക്സ്. അതിനുശേഷം റൈബോസോമിന്റെ തന്നെ ലാർജ് സബ് യൂണിറ്റ് ഈ സ്മോൾ സബ് യൂണിറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്തൊരു ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഒരു ഫോം ചെയ്യുന്നു. ഒരു കോംപ്ലക്സ് യൂണിറ്റ് മോളിക്യൂൾ ഫോം ചെയ്യുന്നു അവിടെ. ദ ലാർജ് സബ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് amino-acyl tRNA ബൈൻഡിങ് സൈറ്റ്. അപ്പം amino-acyl tRNA നേരത്തെ ചാർജിങ് കഴിഞ്ഞപ്പോൾ ഉണ്ടായി അല്ലേ? ഈ amino-acyl tRNA ബൈൻഡ് ചെയ്യാനുള്ള ഒരു സൈറ്റ് ലാർജ് സബ് യൂണിറ്റ് ഉണ്ട്. ദാറ്റ് സൈറ്റ് ഈസ് കോൾഡ് എ സൈറ്റ്. ഈ എ സൈറ്റ് എന്നൊക്കെ പറയുന്നത് സൈറ്റ്സ് ചിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല, പക്ഷെ അത് ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ സൈറ്റ് അറിഞ്ഞിരിക്കുന്നത് ആവശ്യമാണ് നിങ്ങൾ. അപ്പോൾ ലാർജ് സബ് യൂണിറ്റിൽ എ സൈറ്റ് ഉണ്ട്. ഈ എ സൈറ്റിലാണ് amino-acyl tRNA ബൈൻഡ് ചെയ്യുക. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് amino-acyl tRNA ബൈൻഡിങ് സൈറ്റ്. ആൻഡ് പെപ്റ്റിഡൈൽ സൈറ്റ്, ഒരു പി സൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ പെപ്റ്റിഡൈൽ സൈറ്റ് ഉണ്ട്. ഈ രണ്ട് സൈറ്റ്സ് എവിടെയുണ്ട്? റൈബോസോമിന്റെ ലാർജ് സബ് യൂണിറ്റിൽ പ്രസന്റ് ആണ്. ദ ഇനീഷ്യേറ്റർ tRNA വിത്ത് കാരീസ് മെത്തിയോണിൻ. അപ്പോൾ ഇനീഷ്യേറ്റർ tRNA ഉള്ള അമിനോ ആസിഡ്, അതായത് AUG എന്ന കോഡോൺ ക്യാരി ചെയ്യുന്നത് മെത്തിയോൺ എന്ന അമിനോ ആസിഡ് ആണ്. ദിസ് ഇനീഷ്യേറ്റർ tRNA ബൈൻഡ്സ് ഓൺ പി സൈറ്റ്. പി സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. ഇറ്റ്സ് ആന്റി കോഡോൺ റെക്കഗ്നൈസസ് ദ സ്റ്റാർട്ട് കോഡോൺ AUG. ആന്റി കോഡോൺ എന്തിനെ റെക്കഗ്നൈസ് ചെയ്യും? ഈ AUGനെ റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ ഇനീഷ്യേഷൻ പ്രോസസ്സ് ആണ് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം നമ്മൾ കണ്ടു ചാർജിങ് ഓഫ് tRNA ചാർജറായി. അപ്പോൾ ഇനി ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് റൈബോസോമിലാണ്. റൈബോസോമിന്റെ സ്മോളർ സബ് യൂണിറ്റ് മെസ്സഞ്ചർ RNAയുടെ സ്റ്റാർട്ട് കോഡോൺ അല്ലെങ്കിൽ AUG എന്ന കോഡോണിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. അതേസമയം ലാർജ് സബ് യൂണിറ്റ് ഈ സ്മോൾ സബ് യൂണിറ്റിലേക്ക് ബൈൻഡ് ചെയ്ത് അതൊരു ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ആൻഡ് ലാർജ് സബ് യൂണിറ്റിൽ എന്തൊക്കെയുണ്ട്? രണ്ട് സൈറ്റ്സ് ഉണ്ട്, എ സൈറ്റും പി സൈറ്റും. എ സൈറ്റിലേക്കാണ് നേരത്തെ നമ്മൾ പഠിച്ച ചാർജ് ചെയ്ത tRNA, അതായത് amino-acyl tRNA ബൈൻഡ് ചെയ്യുന്നത് എ സൈറ്റിലേക്ക്. ദെൻ പെപ്റ്റിഡൈൽ സൈറ്റ് ഉണ്ട്, ആ പി സൈറ്റ്, അവിടേക്ക് പെപ്റ്റിഡൈൽ ബോൺസ് ഉള്ള പ്രോട്ടീൻ അമിനോ ആസിഡ്സ് ബൈൻഡ് ചെയ്യുന്നു. ദ ഇനീഷ്യേറ്റർ tRNA ബൈൻഡ്സ് ഓൺ പി സൈറ്റ്. അപ്പോൾ ഇനീഷ്യേറ്റർ tRNA ഈ പി സൈറ്റിലേക്കാണ് ബൈൻഡ് ചെയ്യുക. അവിടെയാണ് നമുക്ക് പെപ്റ്റൈഡ് ബോണ്ട് അമിനോ ആസിഡ്സ് വന്ന് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാവുന്നത് പി സൈറ്റിലാണ്. അപ്പോൾ പി സൈറ്റിലാണ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പി സൈറ്റിലേക്കാണ് ഇനീഷ്യേറ്റർ tRNA ബൈൻഡ് ചെയ്യുന്നത്. ഇറ്റ്സ് ആന്റി കോഡോൺ recognizes the start codon AUG. അപ്പോൾ ഇനീഷ്യേറ്റർ tRNAയുടെ ആന്റി കോഡോൺ AUGനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. സെക്കൻഡ് amino-acyl tRNA. അപ്പോൾ ആദ്യൊരു amino-acyl tRNA ബൈൻഡ് ചെയ്തു. അത് ഞാൻ അടുത്ത amino-acyl tRNA വീണ്ടും എന്ത് ചെയ്യും? എ സൈറ്റിൽ റൈബോസോമിന്റെ എ സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ amino-acyl tRNA മെത്തിയോണിൻ ക്യാരി ചെയ്യുന്നത് ബൈൻഡ് ചെയ്ത് പി സൈറ്റിലേക്ക്. അത് കഴിഞ്ഞ് വരുന്ന amino-acyl tRNA എ സൈറ്റിൽ റൈബോസോമിന്റെ എ സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. ഇറ്റ്സ് ആന്റി കോഡോൺ ബൈൻഡ്സ് ടു ദ സെക്കൻഡ് കോഡോൺ ഓൺ mRNA. ഇതിന്റെ ആന്റി കോഡോൺ mRNAയുടെ സെക്കൻഡ് കോഡോൺ ആയിട്ട് ബൈൻഡ് ചെയ്ത് and a peptide bond is formed between the first and second amino acids in the presence of peptidyl transferase.
അപ്പോൾ നിങ്ങൾക്ക് പ്രോസസ്സ് ഒന്നും കൂടി ഞാൻ ക്ലിയർ ആക്കി പറയാം. അതായത് ഫസ്റ്റ് നോക്കൂ, ഈ ഡയഗ്രാം നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആവും. പി സൈറ്റിലേക്ക് mRNA ആൻറ്റി കോഡോൺ AUG ആണ് ഇനീഷ്യേറ്റർ. AUG വന്നാൽ മാത്രമേ അവിടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. AUG എന്ന കോഡോണിനെ കണ്ടാൽ മാത്രമേ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. AUG ഇവിടെ ഓൾറെഡി ബൈൻഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ കണ്ടു AUG ബൈൻഡ് ചെയ്യുന്നു. സ്റ്റാർട്ട് കോഡോൺ AUG സ്മോൾ സബ് യൂണിറ്റ് mRNA സ്റ്റാർട്ട് കോഡോണിലേക്ക് ബൈൻഡ് ചെയ്യുന്നു എന്ന് കണ്ടു. അപ്പോൾ സ്റ്റാർട്ട് കോഡോണിലേക്ക് AUG ബൈൻഡ് ചെയ്യുന്നു. AUG ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് കറസ്പോണ്ടിങ് ആൻറ്റി കോഡോണോട് വരികയാണ് UAC. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത അമിനോ ആസിഡ് tRNA. അപ്പോൾ AUG ക്യാരി ചെയ്യുന്നത് ഫസ്റ്റ് അമിനോ ആസിഡ് tRNA മെത്തിയോണിൻ, MET എന്ന് പറഞ്ഞാൽ മെത്തിയോണിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ അവിടെ ഒരു അമിനോ ആസിഡ് tRNA ഇതിനെ അനുസരിച്ച് ബൈൻഡ് ചെയ്യപ്പെടും. AUGക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അമിനോ ആസിഡ് മെത്തിയോണിനാണ്. അപ്പോൾ AUG ആദ്യം ബൈൻഡ് ചെയ്യും. AUGനെ കാണുമ്പോൾ അടുത്ത ആൻറ്റി കോഡോൺ അത് കോംപ്ലിമെൻ്ററി ആണ്. A വന്നാലും മുകളിൽ U ആണ്, യുവിന് അഗെയിൻസ്റ്റ് A ആണ്, C ആണ്. ഇങ്ങനെയാണ് കോംപ്ലിമെൻ്ററി ബേസ് പെയേഴ്സ് ആണ് ഫോം ചെയ്യുക. ഇത് RNA ആയതുകൊണ്ട് രണ്ടും യുവും അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ, T ഉണ്ടാവില്ല അവിടെ, അത്രയുള്ള വ്യത്യാസം. അപ്പോൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇവിടെ AUGയിലേക്ക് റൈബോസോമിൻ്റെ സ്മോളർ സബ് യൂണിറ്റ് ബൈൻഡ് ചെയ്തു. ഉടനെ തന്നെ അതിനെ അമിനോ ആസിഡ് tRNA AUGയിലേക്ക് ബൈൻഡ് ചെയ്യുന്നത്. അതനുസരിച്ച് ഇവിടെ അമിനോ ആസിഡ് എത്തുന്നു. അപ്പോൾ ഫസ്റ്റ് എപ്പോഴും ഏത് പ്രോസസ്സ് നടക്കണം, ഈ ഇനീഷ്യേഷൻ നടക്കണം, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടത് AUG എന്ന കോഡോൺ ആണ്. AUG വന്നാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാവുന്ന അമിനോ ആസിഡ് മെത്തിയോണിനാണ്. ഇത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമാണ്. ഇനി അത് കഴിഞ്ഞാൽ സെക്കൻഡ് അമിനോ ആസിഡ് tRNA അതെന്ത് ചെയ്യും, അത് A സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. ഇതാണ് A സൈറ്റ് അല്ലേ, A സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ബൈൻഡ് ചെയ്യുന്നതും ഇതേപോലെ തന്നെയാണ്. ഇവിടെ വരുന്ന കോഡോണിനെ അനുസരിച്ച് ഇവിടെ ആൻറ്റി കോഡോൺ വരുന്നു. ഈ ആൻറ്റി കോഡോണിന് വരുന്ന അനുസരിച്ചുള്ള കോഗ്നേറ്റ് tRNA ആണ് A സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേറെ ഒരു അമിനോ ആസിഡ് ബൈൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഇത് അമിനോ ആസിഡ് ബൈൻഡ് ചെയ്തു കഴിഞ്ഞു. ഈ അമിനോ ആസിഡ്സ് തമ്മിൽ എന്ത് ചെയ്തു, ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്. ഇനി ഇത് കഴിഞ്ഞാൽ ഈ കോഡോൺ റീഡ് ചെയ്യുന്നു. ഇതിനോട് കറസ്പോണ്ടിങ് ഇവിടെ ആൻറ്റി കോഡോൺ വരുന്നു. അത് വീണ്ടും ഈ സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. മുകളിൽ കറസ്പോണ്ടിങ് tRNA അടുത്ത അമിനോ ആസിഡിനെ കൊണ്ടുവരുന്നു. അത് ഇതുമായിട്ട് വീണ്ടും പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ സെക്കൻഡ് ഡയഗ്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കുറേ പെപ്റ്റൈഡ് ബോണ്ട്സ് ഫോം ചെയ്ത് കഴിഞ്ഞു അല്ലേ, കുറേ അമിനോ ആസിഡ്സ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു പെപ്റ്റൈഡ് ഫോം ചെയ്തു അല്ലേ, കുറേ പെപ്റ്റൈഡ്സ് വന്നു. അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്ത് ഉണ്ടാവുന്നത് പ്രോട്ടീനാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ അമിനോ ആസിഡ്സ് ദ ബോണ്ട് ഫോംഡ് ഈസ് പെപ്റ്റൈഡ് ബോണ്ട്. അപ്പം അങ്ങനെ പ്രോസസ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഈ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്. ഇനി ഇതിങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അമിനോ ആസിഡ് ആൻഡ് tRNA ബ്രോക്കൺ നിങ്ങൾക്ക് കണ്ടറിയാം. ആദ്യത്തെ അമിനോ ആസിഡും tRNAയും സെപ്പറേറ്റ് ആയി അല്ലേ, ഫസ്റ്റ് സെപ്പറേറ്റ് ആയി വന്നു കഴിഞ്ഞു. ദിസ് tRNA is removed from P site. അപ്പോൾ ആ tRNA P സൈറ്റിൽ നിന്ന് മാറുന്നു. ഇനി സെക്കൻഡ് tRNA A സൈറ്റിൽ നിന്ന് P സൈറ്റിലേക്ക് വരും. അങ്ങനെ ട്രാൻസ്ലൊക്കേഷൻ നടക്കും. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത സൈറ്റിലേക്ക് മാറ്റം ചെയ്യപ്പെടും. അങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ റൈബോസോം മൂവ്സ് ഫ്രം കോഡോൺ ടു കോഡോൺ. അപ്പോൾ ഇവിടെ മൂവ് ചെയ്യുന്ന റൈബോസോമാണ്. റൈബോസോം ആദ്യം AUGയിലായിരുന്നു, അങ്ങനെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ കോഡോണിലേക്ക് എത്തി. പിന്നെ ഈ റൈബോസോം ഓരോ കോഡോണിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മൂവ് ചെയ്യുന്ന അതനുസരിച്ച് ആൻറ്റി കോഡോൺസ് ഫോം ചെയ്യും. ഈ ആൻറ്റി കോഡോൺ വരുമ്പോൾ ആ tRNA എന്ത് ചെയ്യും, tRNAയിലാണ് ആൻറ്റി കോഡോൺ ഉള്ളത് അല്ലേ. tRNA ഈ കോഡോണിനെ റീഡ് ചെയ്യുമ്പോഴാണ് ആൻറ്റി കോഡോൺ വരും. അവിടെ tRNA ഈ കോഡോണിനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് അമിനോ ആസിഡ്സ് ഇവിടെ tRNAയുടെ മുകളിൽ വരും. അങ്ങനെ കുറേ അമിനോ ആസിഡ്സ് വരും. ഈ അമിനോ ആസിഡ്സ് എല്ലാം പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്ത ഒരു ഫുൾ പ്രോട്ടീൻ ചെയിനായി മാറുന്നു. അങ്ങനെ ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നു. അപ്പോൾ മെയിനായിട്ട് പഠിക്കേണ്ടത് 3 സൈറ്റ്സ് ആണ്, EPA. ഈ 3 സൈറ്റ്സും ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. 3 സൈറ്റ്സ് ഉണ്ട്. അത് റൈബോസോമിലാണ് കാണുന്നത്. ഈ 3 സൈറ്റ്സിനും പ്രത്യേക ഫങ്ഷൻസ് ഉണ്ട്. When a release factor binds to the stop codon, the translation termination. ഇനി കോഡോൺസ് സ്റ്റാർട്ട് കോഡോൺ ഉണ്ട്, സ്റ്റോപ്പ് കോഡോൺ ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ട് കോഡോൺ AUG ആണെങ്കിൽ സ്റ്റോപ്പ് കോഡോൺസ് 3 സ്റ്റോപ്പ് കോഡോൺസ് ഉണ്ട്, UAA, UAG ആൻഡ് UGA. അപ്പോൾ ഈ 3 സ്റ്റോപ്പ് കോഡോൺസിൽ ഏത് വന്നാലും പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആവും. പ്രോസസ്സ് സ്റ്റോപ്പ് ആവണമെങ്കിൽ അവിടെ എന്ത് വേണം, അവിടെ ഒരു റിലീസ് ഫാക്ടർ ഈ സ്റ്റോപ്പ് കോഡോണിലേക്ക് ബൈൻഡ് ചെയ്യണം. The polypeptide and the tRNA are released from ribosome. അപ്പോൾ എപ്പോഴാണോ
ഈ സ്റ്റോപ്പ് കോഡോൺ എത്തുന്നത്, ആ സമയത്ത് അവിടെ റിലീസ് ഫാക്ടറി സ്റ്റോപ്പ് കോഡോണിൽ ബൈൻഡ് ചെയ്യപ്പെടുന്നു. കാണിച്ചിട്ടുണ്ട് കണ്ടോ, യെല്ലോ കളറിലത് റിലീസ് ഫാക്ടറാണ്. അത് ബൈൻഡ് ചെയ്താൽ ഉടനെ എന്ത് സംഭവിക്കും, ഈ ഉണ്ടായ പോളിപെപ്റ്റൈഡും അതിനോട് കറസ്പോണ്ടിങ് ഇവിടെ വന്നിരുന്ന tRNA ഒക്കെ റൈബോസോമിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ദ റൈബോസോം ഡിസോസിയേറ്റ്സ്. റൈബോസോംസ് ആ സമയത്ത് മാത്രമേ ഒരു കോംപ്ലക്സ് ഫോം ചെയ്തത് അല്ലേ, ലാർജ് സബ് യൂണിറ്റും സ്മോൾ സബ് യൂണിറ്റും കമ്പൈൻ ചെയ്തൊരു ഇനീഷ്യേഷൻ കോംപ്ലക്സോടെ ഫോം ചെയ്തു. ആ കോംപ്ലക്സ് സെപ്പറേറ്റഡ് ആവുന്നു, രണ്ടും ലാർജ് യൂണിറ്റും സ്മോൾ യൂണിറ്റും സെപ്പറേറ്റഡ് ആവുന്നു. അപ്പോൾ പ്രോസസ്സ് അവിടെ അവസാനിച്ചു. നമ്മുടെ ആവശ്യം എന്തായിരുന്നു, ഈ പ്രോസസ്സിന്റെ എൻഡിൽ പ്രോട്ടീൻ ഫോം ചെയ്യണം. അമിനോ ആസിഡ്സ് ആണ് പ്രോട്ടീൻ്റെ ബേസിക് യൂണിറ്റ്. ഈ അമിനോ ആസിഡ്സ് പെപ്റ്റൈഡ് ബോണ്ട് വഴി കമ്പൈൻ ചെയ്ത് അവിടെ ഒരു പ്രോട്ടീൻ ഫോം ചെയ്യപ്പെട്ടു. ഇതാണ് ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ്. A group of ribosomes associated with a single mRNA for translation is called a polyribosome or polysome. Polysome എന്നൊരു ടേം ടെക്സ്റ്റിലുണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. A group of ribosomes associated with a single mRNA. അപ്പോൾ ഒരു മെസ്സഞ്ചർ RNAയോട് അസോസിയേറ്റ് ചെയ്യുന്ന കുറേ റൈബോസോംസിനെ നമ്മൾ പോളി റൈബോസോംസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ പോളിസോംസ് എന്ന് പറയുന്നു. മനസ്സിലായോ? ഒരു mRNAയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കുറേ റൈബോസോംസിനെ polysomes അല്ലെങ്കിൽ polyribosomes എന്ന് പറയും. An mRNA or messenger RNA has additional sequences that are not translated. അപ്പോൾ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് mRNAയിൽ നടക്കാൻ നമ്മൾ പഠിച്ചു, പ്രോസസ്സ് നമ്മൾ കണ്ടു. പക്ഷെ mRNAയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാത്ത കുറച്ച് റീജിയൻസ് ഉണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഫോം ചെയ്യാത്ത കുറച്ച് ഭാഗങ്ങൾ mRNAയിൽ ഉണ്ട്. ആ റീജിയൻസിനെ നമ്മൾ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് ഓർ UTR എന്ന് പറയുന്നു. UTR, ആ ഭാഗത്ത് ട്രാൻസ്ലേഷൻ പ്രോസസ് നടക്കില്ല. UTRs ആർ പ്രസന്റ് അറ്റ് ബോത്ത് 5' എൻഡ്, സ്റ്റാർട്ട് കോഡോണിന് മുൻപും, ആൻഡ് 3' എൻഡ് ആഫ്റ്റർ സ്റ്റോപ്പ് കോഡോൺ. അപ്പോൾ UTR എവിടെയൊക്കെ കാണുക ഒരു കോഡോണിൽ? സ്റ്റാർട്ട് കോഡോൺ AUG എന്ന സ്റ്റാർട്ട് കോഡോണിന് മുൻപും ലാസ്റ്റ് വരുന്ന സ്റ്റോപ്പ് കോഡോൺസ് 3 ഞാൻ പറഞ്ഞു. ആ സ്റ്റോപ്പ് കോഡോൺസ് ഏതാണോ അവിടെയുള്ളത് അതിന് ശേഷവും 3' എൻഡിലും എന്ത് കാണാം? UTRs കാണാം. അത് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് ആണ്, അവിടെ ട്രാൻസ്ലേഷൻ നടക്കില്ല. പക്ഷേ ഈ റീജിയൻസ് ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് ആവശ്യമാണ്. പ്രോപ്പറായിട്ട് അല്ലെ എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്ലേഷൻ നടക്കണമെങ്കിൽ ഈ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് കൂടിയേ തീരൂ. സോ ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ട്രാൻസ്ലേഷൻ. ബട്ട് ആക്ച്വലി ട്രാൻസ്ലേഷൻ പ്രോസസ് do not take place in this UTRs or untranslated regions, and the UTRs are present at both 5' end before start codon and 3' end after stop codon. അപ്പോൾ ഇതാണ് എക്സ്ട്രാ വരുന്ന കുറച്ച് പോയിന്റ്സ്. സോ ഹിയർ കംപ്ലീറ്റ്സ് എന്താണ് നമ്മുടെ ട്രാൻസ്ലേഷൻ പ്രോസസ്സ്. ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റെപ്സ് അറിയാൻ വേണ്ടിയിട്ട്, റൈബോസോമിൻ്റെ ലാർജ് സബ് യൂണിറ്റിൽ 3 സൈറ്റ്സ് EPA, ഇത് റൈബോസോമിൻ്റെ സ്മോൾ സബ് യൂണിറ്റ്, ഇത് മെസ്സഞ്ചർ RNA കണ്ടുപോവാ. മെസ്സഞ്ചർ RNAയിൽ ഫസ്റ്റ് 5' എൻഡിൽ എന്തുണ്ട്? AUG കണ്ടാൽ മാത്രമേ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇവിടെ എന്തുണ്ട്? UAA എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് കോഡോൺ ആണ്, അവിടെ വന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ AUG സ്റ്റാർട്ട് കോഡോൺ ആണ്, UAA സ്റ്റോപ്പ് കോഡോൺ ആണ്. സ്റ്റോപ്പ് കോഡോൺസ് 3 ഉണ്ട്. UAA ഒരെണ്ണം ഇവിടെ ഉണ്ട് അല്ലേ, UAG, UGA, ഈ 3 സ്റ്റോപ്പ് കോഡോൺസ് ആണ്. ഇതിൽ 3 ഏത് വന്നാലും പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ മെസ്സഞ്ചർ RNA നമ്മൾ കണ്ടു അല്ലേ, ഈ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കണ്ടത്. ഇനി tRNA, ട്രാൻസ്ഫർ RNAs ആണ്. ട്രാൻസ്ഫർ RNA എന്ത് ചെയ്യും? ഈ ഓരോ കോഡോണിലേക്കും റൈബോസോം എത്തുമ്പോൾ റൈബോസോമിൻ്റെ ഈ 2 യൂണിറ്റും ബൈൻഡ് ചെയ്യും അല്ലേ. പ്രോസസ്സ് നടക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് 2 യൂണിറ്റും ബൈൻഡ് ചെയ്തൊരു ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യും. എന്നിട്ട് ഈ റൈബോസോം ഇതിൽ കോഡ് എങ്ങനെ പാസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ കോഡോണിൻ്റെ അവിടെ റൈബോസോം എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആദ്യത്തെ കോഡോണിൻ്റെ റൈബോസോം എത്തി കണ്ടോ, AUGയുടെ റൈബോസോം എത്തിക്കഴിഞ്ഞാൽ അതിനോട് കറസ്പോണ്ടിങ് എന്ത് വരും? tRNA അവിടേക്ക് എത്തും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടു, ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്തു. എപ്പോഴാണ് ഇനീഷ്യേഷൻ കോംപ്ലക്സ് ആവുക? വെൻ ദ റൈബോസോംസ് ലാർജ് സബ് യൂണിറ്റ് ബൈൻഡ്സ് വിത്ത് സ്മോൾ സബ് യൂണിറ്റ്. ആ കോംപ്ലക്സിനെയാണ് നമ്മൾ ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് പറയുക. അത് P സൈറ്റിലേക്ക് സ്റ്റാർട്ട് കോഡോൺ ബൈൻഡ് ചെയ്തു അല്ലേ. P സൈറ്റിലേക്ക് സ്റ്റാർട്ട് കോഡോൺ ബൈൻഡ് ചെയ്തു. അത്രയും പ്രോസസ്സ് നമ്മൾ കണ്ടു. ഇനി AUG എന്ന് പറഞ്ഞ സ്റ്റാർട്ട് കോഡോൺ ബൈൻഡ് ചെയ്താൽ ഉടനെ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള tRNA വന്നു. tRNAയിലാണ് ആൻറ്റി കോഡോൺ ഉള്ളത്. ഇത് കോഡോൺ ആണ്. mRNA നമ്മൾ കോഡോൺ എന്ന് പറയുന്നു. tRNAയിൽ വരുന്ന ആ ഇതിനോട് കറസ്പോണ്ടിങ് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ആ കോഡിനെ നമ്മൾ ആൻറ്റി കോഡോൺ എന്ന് പറയുന്നു. അപ്പോൾ UAC എന്ന ആൻറ്റി കോഡോൺ ആണ് കേട്ടോ. അത് tRNAയുടെ ഒരു ഭാഗമാണ്, ട്രാൻസ്ഫർ RNAയുടെ ഭാഗമാണ്.
അപ്പോൾ ട്രാൻസ്ഫർ ആർ എൻ എ AUG എന്ന് റീഡ് ചെയ്ത ഉടനെ എന്ത് ചെയ്യും, tRNA അതിനോട് കറസ്പോണ്ടിങ് ആ ആൻറ്റിക്കോഡോണുള്ള tRNA ആണ് വരിക. ആ tRNA-നെയാണ് നമ്മൾ നേരത്തെ മറ്റേ മാറ്ററിൽ നമ്മൾ കണ്ടു കോഗ്നേറ്റ് tRNA എന്ന് കണ്ടത്. ഏത് കോഡോണിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള tRNA എന്ന് പറഞ്ഞാൽ ഈ കോഡോണിന്റെ ആന്റി കോഡോണുള്ള tRNA ആണ് അതിന്റെ കോഗ്നേറ്റ് tRNA. അപ്പൊ tRNA വരുന്നു. അപ്പോൾ AUGക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡ് മെത്തിയോണിനാണ്. അത് അവിടെ ഈ tRNA-യിൽ മെത്തിയോണിൻ വന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പൊ P സൈറ്റിലേക്ക് ഈ tRNA ബൈൻഡ് ചെയ്തു. ഇനി ഫസ്റ്റ് റീഡ് ചെയ്തു. ഇനി സെക്കൻഡ് എന്ത് ചെയ്തു, സെക്കൻഡ് കോഡോൺ കണ്ടു. സെക്കൻഡ് കോഡോണിനെ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും, A സൈറ്റിലേക്ക് സെക്കൻഡ് tRNA ബൈൻഡ് ചെയ്യുന്നു. സെക്കൻഡ് tRNA A സൈറ്റിലെ ബൈൻഡ് ചെയ്യുക, P സൈറ്റിലല്ല കേട്ടോ. ഫസ്റ്റ് tRNA P സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് tRNA A സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്തു. അപ്പോൾ അതിനോട് കറസ്പോണ്ടിങ് അമിനോ ആസിഡ്സ് ഇവിടെ എത്തി. ഈ രണ്ട് അമിനോ ആസിഡ്സും പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈമിന്റെ സഹായത്തോടെ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നു. ഇനി ഇപ്പോൾ നേരത്തെ കണ്ട രണ്ടെണ്ണം നീങ്ങിക്കഴിഞ്ഞു അല്ലേ. ഇവിടെ ഒരു അമിനോ ആസിഡ് മെത്തിയോണിന് ആദ്യം ഫോം ചെയ്തു, പിന്നെ THR എന്ന അമിനോ ആസിഡ് വന്നു, രണ്ടും ഇവിടെ വന്നു. പിന്നെ എന്ത് ചെയ്യും അടുത്ത, അപ്പോൾ ഈ സൈറ്റിൽ A സൈറ്റിലാണ് നമ്മൾ നേരത്തെ ഈ അമിനോ ആസിഡ് ഫോം ചെയ്യുന്നത് കണ്ടത്. ഈ സൈറ്റിൽ നിന്ന് അത് P സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ആ പ്രോസസ്സിനെയാണ് A സൈറ്റിൽ നിന്ന് P സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുക, ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതവിടെ നടന്നു. ഇനി എന്ത് ചെയ്യണം, അടുത്ത tRNA വീണ്ടും വരുന്നു. അങ്ങനെ റൈബോസോം മൂവ് ചെയ്യണ അനുസരിച്ച് ഓരോരോ tRNAs വരും. അതനുസരിച്ച് എന്ത് ചെയ്യും, അമിനോ ആസിഡ്സിന്റെ ലെങ്ത് കൂടും, അതിൻ്റെ ഇടയിൽ പെപ്റ്റൈഡ് ബോൺസ് ഫോം ചെയ്യപ്പെടും. ഫൈനലി എന്താ സംഭവിക്കുക, സ്റ്റോപ്പ് കോഡോൺ വരെ ഇവിടെ എത്തി, കണ്ട UAA വരെ എത്തി. പിന്നെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയം, ഇത് കണ്ട ഉടനെ പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ UAA എന്ന സ്റ്റോപ്പ് കോഡോണിലേക്ക് ഉടനെ തന്നെ റിലീസ് ഫാക്ടർ ബൈൻഡ് ചെയ്യും. അങ്ങനെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നു. അതേസമയം ഈ ഉണ്ടായ പ്രോട്ടീൻ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിന് വേണ്ട റിലീസ് ഫാക്ടർ ബൈൻഡ് ചെയ്യുക, അതും tRNA ഇവിടെ നിന്ന് റിലീസ് ചെയ്യും. അങ്ങനെ ഈ രണ്ട് യൂണിറ്റ്സും, റൈബോസോമിൻ്റെ രണ്ട് യൂണിറ്റ്സും സെപ്പറേറ്റഡ് ആവുന്നു. അങ്ങനെ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് ടെർമിനേഷൻ. അപ്പോൾ ടെർമിനേറ്റ് ചെയ്യണമെങ്കിലും ടെർമിനേഷൻ കോഡോൺസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺസ് വരണം. സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും സ്റ്റാർട്ട് കോഡോൺസ് അല്ലെങ്കിൽ ഇനീഷ്യേഷൻ കോഡോൺസ് വരണം. അപ്പോൾ ഇതാണ് ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സിൻ്റെ 3 സ്റ്റെപ്സ്. കണ്ടോ, ടെർമിനേഷൻ കഴിഞ്ഞു, ഓരോ സബ് യൂണിറ്റ്സും സെപ്പറേറ്റഡ് ആയി, ഇവിടെ കോഡോൺ സെപ്പറേറ്റ് ആയി, ഇവിടെ പെപ്റ്റൈഡ് ബോണ്ട് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ റിലീസായി റൈബോസോമിൽ നിന്ന്. സോ ദിസ് ഇസ് ദ കംപ്ലീഷൻ ഓഫ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഈ 3 സൈറ്റ്സ് മാത്രം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല ടെക്സ്റ്റ് ബുക്കിൽ, ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ഓൾസോ an important portion in molecular biology. So